ഹായ് നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു യൂട്യൂബ് ലൈവ് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വന്നത് 1936 പറയുന്നു. തെറ്റല്ലേ? 1938 ഫെബ്രുവരി 23 ക്ലിയർ ആണോ? ദെൻ ആദ്യത്തെ അധ്യക്ഷൻ പട്ടം താണു പിള്ളയാണ് എന്ന് പറയുന്നു. ഉത്തരവാദ ഭരണവുമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ദെൻ സമാധാനപരമായും പ്രായപൂർത്തി സംരക്ഷിക്കുന്ന വ്യവസ്ഥകളോട് കൂടിയതുമാണ് ഉത്തരവാദ ഭരണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. കൊച്ചി സംയോജനം നടന്ന വർഷം എപ്പോഴാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. 1949 ജൂലൈ 1. ക്ലിയർ ആണോ? അല്ലെ. പഴശ്ശി കലാപത്തെ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടിയാണ്. ഏതാണ് ഓപ്ഷൻ? കറുവാത്തോട്ടം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? എന്താണ് സെയിം എന്നോ? എവിടെ സെയിം? 1949 ജൂലൈ 1. 1849 നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടാ. മിസ് എന്താ ഓപ്ഷൻ സെയിം ഇട്ടിരിക്കുന്നു ചോദിക്കേണ്ട. ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക് മക്കളെ. ഈ വർഷം ഒന്ന് നോക്കിക്കേ. അയ്യേ, നിങ്ങൾ എന്ത് പിള്ളേരാണിത്? അടുത്ത് താഴെ കൊടുത്തു ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഏത്? രണ്ടാമത്തെ മാത്രമാണ് തെറ്റെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് രണ്ടാമത്തത്? പാലിയം സത്യാഗ്രഹം തെറ്റാണ് അല്ലെ. ഏതാണ്? സി കേശവനാണ്. അപ്പൊ ഏതാണ്? 2 മാത്രമാണ് തെറ്റ്. ക്ലിയർ ആയോ? ഞാൻ അതും കൂടെ പഠിച്ചു പോട്ടെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തരണം. അപ്പൊ നിങ്ങൾക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ട്. 38 ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ക്ലിയർ ആയോ? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ബന്ധമില്ലാത്തതാണ് കേട്ടോ. അത് ശരിയാണ് അല്ലെ. 1721 ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കലാപകാരികൾക്ക് ആഞ്ചലോ കോട്ട പിടിച്ചെടുക്കുകയായിരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. അല്ല. അപ്പൊ ഏതാണ് തെറ്റ്? പ്രസ്താവനയിലെ 4 മാത്രമാണ്. ക്ലിയർ. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? എവിടെയാ? ഓപ്ഷൻ എ ഒറ്റപ്പാലമാണ്. എന്താണ്? ഓപ്ഷൻ എ ഒറ്റപ്പാലമാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? നമുക്ക് എല്ലാം അറിയാം. ഏതാണ്? മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 വന്നത് അല്ലെ. 10,028 പേര് ഒപ്പുവെച്ചത്. താഴെ പറയുന്നവിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാ മക്കളെ ഉൾപ്പെടാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. ഇത് ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപമാണ്. പൂക്കോട്ടൂർ സംഭവം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി മലബാർ കലാപമാണ് അല്ലെ. ഏതാണ്? ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ്. ഏതാണ്? അപ്പിള കലാപം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം. ക്ലിയർ. താഴെ പറയുന്നതിൽ ശരിയായത് കാലഗണന ക്രമത്തിൽ എഴുതുക. ക്ഷേത്രപ്രവേശന വിളംബരം നോക്കിയേ. നിങ്ങൾ തന്നെ നോക്കിക്കേ. ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആവണ്ട. ഏതാ വരിക? 43 ചോദ്യം ഏതാ വരിക മക്കളെ? ഓപ്ഷൻ ഡി വരും അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി വരും അല്ലെ. എങ്ങനെയാണ്? വൈക്കം സത്യ 1924 അറിയാം. ഗുരുവായൂർ എപ്പോഴാണ്? 31. ക്ഷേത്രപ്രവേശനം 36 അല്ലെ. പാലിയം 47. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും ട്ടോ എന്തായാലും. അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതാനോ. ശരിയായത് വിലയിരുത്തുക.
മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ് എന്ന് പറയുന്നു. അത് ശരിയാണോ? അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് എന്ത്? കരുണയാണ്, അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ ശരി പറഞ്ഞാൽ നിങ്ങളും ശരിയാണ് എന്ന് പറയും. 44ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പറഞ്ഞു, അല്ലേ? അല്ല, ഏതാണ്? ദുരവസ്ഥയാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതിയാണ് എന്ത്? സുന്ദരികളും സുന്ദരന്മാരും. ക്ലിയർ ആണോ? ഖിലാഫത്ത് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഏതാണത്? ഉറൂബ് ഖിലാഫത്ത് സമരങ്ങൾ രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് ക്ലിയർ. പഴശ്ശിയെക്കുറിച്ചുള്ള സിനിമയിൽ ശരിയായത് വിലയിരുത്തുക. പഴശ്ശിയെക്കുറിച്ചുള്ള സിനിമയിൽ ശരിയായത് വിലയിരുത്തുക. 2010 ഇറങ്ങിയ പഴശ്ശിരാജയെ കുറിച്ചുള്ള ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ. തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണ്. തലക്കൽ ചന്തുവായി അഭിനയിച്ചത് ശരത് കുമാറാണ്. മികച്ച പാശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിലൂടെ ഇളയരാജയ്ക്ക് ലഭിച്ചു. ക്ലിയർ ആണോ? ഏതാണ് ഇതിൽ? എന്ത് പറയും? 2ഉം 4 ശരി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഏതാണ്? 2010 ഇറങ്ങിയ പഴശ്ശിരാജയെ കുറിച്ചുള്ള ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നു. സത്യമാണ്, പഴശ്ശിരാജയെ കുറിച്ചുള്ള ചിത്രമാണെന്ന് അറിയാം, പക്ഷെ അത് 2009 ക്ലിയർ ആയോ? തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണ് എന്ന് പറയുന്നു. അത് ശരിയാണ്. തലക്കൽ ചന്തുവായി അഭിനയിച്ചത് ശരത് കുമാർ ആണ് എന്ന് പറയുന്നു. അല്ല, ആരാണ്? മനോജ് കെ ജയനാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ശരത് കുമാർ ആരാണ്? എടച്ചോന കുങ്കനാണ്. ക്ലിയർ ആയോ? അപ്പൊ അതും തെറ്റി. മികച്ച പാശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിലൂടെ ആർക്ക് ലഭിച്ചു? ഇളയരാജയ്ക്ക് ലഭിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? താഴെ പറയുന്നത് തിരഞ്ഞെടുത്ത് ശരിയായത് വിലയിരുത്താൻ. ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. നോക്കിയേ, ആൻസർ ചെയ്താ വരിക. നോക്കിയേ, എന്താണ് കമന്റ്? ഖിലാഫത്ത് എന്താ പറഞ്ഞു നിങ്ങള്? ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് ആരാണെന്നോ? അത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് തന്നെ. അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. അതെങ്ങനെയാ മാറുമെന്ന് പറഞ്ഞ്? ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് തന്നെയാണ് കേട്ടോ. അതിൽ നമ്പൂതിരി മാത്രമേ ഉള്ളോ? നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, നമ്പൂതിരി ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ എന്നെ ടെൻഷൻ ആക്കണ്ട കേട്ടോ. പിടിതരാത്ത തന്റേടി ഖിലാഫത്ത് സ്മരണകൾ നോ? ഓക്കെ. അത് സ്പെല്ലിംഗ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, കാവ്യാണ്. ഓക്കെ, സ്മരണകൾ ഒന്ന് മാറ്റി പഠിച്ചേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ആൻസർ അറിയാലോ. PSCക്ക് പോലും ഇത്തിരി തെറ്റ് പറ്റുന്നു. അപ്പൊ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റി നോക്കുക കേട്ടോ. അടുത്തത് മക്കളെ ഒന്ന് ക്ഷമിക്കുക, ടൈപ്പിംഗ് മിസ്റ്റേക്ക്. പിടിതരാത്ത തന്റേടി എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ് മക്കളെ? ആരാണ്? എന്താണ് ആൻസർ? ശരിയാണോ? ആർദ്ര വെല്ലസി ആണ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇഷ്ടപ്പെട്ടോ? നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെന്നാ നമ്മൾ എടുത്തത്? ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഇന്നത്തെ പരീക്ഷയുടെ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തത് കഴിഞ്ഞ 2-3 PSC പരീക്ഷയിൽ, അല്ലെ, ഏകദേശം 2-3 പരീക്ഷയിൽ ഞാൻ റീസെന്റ് ആയിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ എവിടെന്നാ വന്നത് എന്ന് വൃത്തിയായിട്ട് ഞാൻ നോക്കി. അപ്പൊ അതൊക്കെ വന്നത് വേറെ എവിടെന്നുമല്ല, ശ്രീധരൻ മേനോൻ സാറിന്റെ പുസ്തകത്തിൽ നിന്നാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന്, ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ബുക്കുകളൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ നിന്നും കൂടെ എടുത്തതാണ്. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഞാൻ പുസ്തകത്തിനും കൂടി വന്നാൽ എന്റെ മക്കൾക്ക് മാർക്ക് കിട്ടണം. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന് വരെ എന്നോട് ദേഷ്യമോ വൈരാഗ്യമോ റിവെഞ്ച് ഒന്നും തോന്നാൻ പാടില്ല കേട്ടോ. അതാണ് ആരും കേൾക്കാത്തത് ഞാൻ പഠിപ്പിച്ചു തരും.
പിടിതരാത്ത തന്റേടി എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇതിൽ നിങ്ങൾ പെടും. ഏതാണ്? ആരാണ്? പറഞ്ഞോ. ആരാണ്? ആർദ്ര വെല്ലസി തന്നെയാണ്. അതില് ഒരു സംശയമില്ല കേട്ടോ. ക്ലിയർ ആണോ? ഇതിനപ്പുറം നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടാനുണ്ടോ? അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആരാണ്? പീഡിതരാത്ത വെല്ലസി ആരാണ്? നിങ്ങൾ അപ്പൊ എക്സാമിന് ചോദ്യം വന്നാൽ എന്നെ മാത്രം ആലോചിച്ചാൽ മതി. ആരാണ്? ആർദ്ര വെല്ലസിയാണ്. ദെൻ നിർബന്ധിച്ച് കരം പിടിച്ചാൽ ഇവിടെയുള്ള കുരുമുളക് വള്ളികൾ പിഴുതുകളയും എന്ന് പറഞ്ഞത് ആരാണ്? ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ പഴശ്ശിരാജ തന്നെയാണ്. ദെൻ പഴശ്ശിരാജയുടെ അവസാന വാചകം എന്താണ്? എന്നെ തൊട്ട് അശുദ്ധമാക്കരുത്. എങ്ങനെയായിരുന്നു അതില്? മ്ലേച്ഛ, എന്നെ തൊട്ട് അശുദ്ധമാക്കരുത് എന്നായിരുന്നു അതില്. അപ്പൊ ഞാന് ശ്രീധരമേനോന്റെ ബുക്കിനുമായിട്ട് കുറെ ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ബുക്ക് കേരള ചരിത്രം നിങ്ങൾ വായിച്ചാൽ ഭ്രാന്തൊക്കെ എടുത്തു പോകും. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം വായിച്ചു. ക്ലിയർ ആണോ? ഇനി ശ്രീധരന്മാരുടെ ക്വസ്റ്റ്യൻ മാർക്ക് തരുമോന്ന്? അല്ലെങ്കിൽ അവിടെ നിന്നാണ് പകുതി എടുത്തരുന്നത്. an extraordinary and singular man എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് തോമസ് ഹാർവേ ബാബർ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഞാൻ തെറ്റ് തരാത്ത എന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകണ്ട പറഞ്ഞു. എല്ലാം ശരിയാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി തെറ്റിക്കോ? അതില് എന്നെ തൊട്ട് അശുദ്ധമാക്കരുത് എന്നല്ല, മ്ലേച്ഛ എന്നെ തൊട്ട് അശുദ്ധമാക്കരുത് എന്നാണ്. ഇനി ഞാൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാന് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതിന് പകുതി ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഞാൻ കൊണ്ടുവരും. ഒരു ക്വസ്റ്റ്യൻ മാത്രം അതില് ഡൗട്ട് ഉണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാന നേതാക്കളിൽ പെടാത്തത്, അത് ഞാൻ ആ ബുക്കിൽ നിന്ന് കുറച്ച് എടുത്തത് കൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. വേലുത്തമ്പിയെ കുറിച്ച് തെറ്റായത് വിലയിരുത്തുക. ഏതാണ് വിലയിരുത്തിയ? നോക്കട്ടെ. അത് കഴിഞ്ഞില്ല. അടുത്തത് എന്താണ്? വേലുത്തമ്പിയുടെ യഥാർത്ഥ പേരാണ് എന്ത്? വേലായുധ പണിക്കരാണ്. സൂപ്പർ പേരാണ് വേലുത്തമ്പി. ആണോ? അല്ല, തെറ്റാണ്. വേലായുധൻ ചെമ്പകരാമനാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ PSC ട്രാപ്പിൽ പെടുത്തും, ശ്രദ്ധിച്ചോ. ദെൻ വേലുത്തമ്പിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? നേപ്പിയർ മ്യൂസിയം ആണ്. അത് സത്യമാണ്. വേലുത്തമ്പി ദളവ ഹജൂർ കച്ചേരം സ്ഥാപിച്ചത് കോട്ടയത്താണ് എന്നാണ് പറയുന്നത്. കോട്ടയത്താണോ? ആണോ? അല്ല, കൊല്ലത്താണ്. അല്ലെ? സഞ്ചരിക്കുന്ന കോടതികളൊക്കെ ആരുമായിട്ടാണ്? വേലുത്തമ്പി ദളവയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറിച്യർ കലാപമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന് നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് ആരാണ്? കുറിച്യർ കലാപമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാ, കുട്ടി എഴുതാൻ മറന്നതാണ്, ക്ഷമിക്കുക. കുറിച്യർ, അത് ആൻസർ തെറ്റാണ്. ഞാൻ അവിടെ പറഞ്ഞത് എന്താണ്? ഇത് എഴുത്. ആൻസർ ഞാൻ പറഞ്ഞു കൊടുക്കുക. കുണ്ട്ര വിളംബരമാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ തെറ്റിക്കല്ലോ. കാവ്യജയ തെറ്റിന് നിങ്ങൾ ക്ലിയർ ആയി പഠിക്കുക. എന്താണ്? ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് കുറിച്യർ കലാപമാണ് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓക്കെ. അപ്പൊ അവൾ എന്ത് ചെയ്ത്? അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൻസർ ഇങ്ങനെ തന്നു. അപ്പൊ ഞാൻ അത് എഴുതി ചേർത്തി. ഏതാണ്? കുണ്ട്ര വിളംബരമാണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ്? 1, 3, 4 തെറ്റാണ്. ഇത് ക്ലിയർ ആണോ? ദെൻ വൈക്കം സത്യാഗ്രഹത്തിന് അവൾക്ക് ഇത്തിരി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ക്ഷമിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ ടൈമും കിട്ടില്ല. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ് മക്കളെ? ആരാണ്? ഏതാണ് ആൻസർ? ഏതാണ്? ഡോക്ടർ എം.ഇ. നായിഡുവാണ്. ഏതാണ്? ഡോക്ടർ എം.ഇ. നായിഡുവാണ്. ദെൻ KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് പ്രക്ഷോഭം? ഏതാണ്? മൊറാഴ സമരമാണ് അല്ലെ? 1940 നടന്നത് അല്ലെ? 1940. അഞ്ചുതെങ്ങ് കലാപം എപ്പോഴാണ്? 1600 പറഞ്ഞോ?
കഴിവുള്ളവരാണെങ്കിലോ 1900. ഓരോ ഓപ്ഷൻ കാണും നിങ്ങൾ ആൻസർ പറയുക കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിച്ചു പോകും കേട്ടോ. 50ാമത്തെ ചോദ്യം എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ, മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമായി അനുബന്ധിച്ച് നടന്ന സംഭവമാണ് അല്ലെ. പിന്നെ എന്താണ്? അതുപോലെ ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഫറോക്ക് പാലം കമന്റ് ചെയ്തേ, പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മക്കളെ? ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമര ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ KB മേനോനാണ്. ആരാണ്? ഡോക്ടർ KB മേനോൻ. തളി ക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് ആരാണ് മക്കളെ? പ്രധാന നേതാവ് കൃഷ്ണൻ എന്ന് പറഞ്ഞു. എന്താണ് ഓപ്ഷൻ കൊടുക്കാത്തത്? C കൃഷ്ണനാണ് കേട്ടോ. C കൃഷ്ണനാണ്. ആരാണ് ആൻസർ? ദെൻ കേശവനും C കൊടുത്താൽ സൂപ്പർ ആവും തോന്നുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ A ആണ് കറക്റ്റ്. ക്ലിയർ ആണോ? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് SCERT ഈ ഒരു ഭാഗത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അവിടെ കേറ്റിയത് ഞാൻ. ഓക്കെ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയൊക്കെ നമുക്ക് ഈ ഒരു ലെസണിൽ വളരെ ഇമ്പോർട്ടന്റ്, നമ്മൾ പഠിക്കുന്ന ബുക്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഇല്ലെങ്കിലും അതുപോലെ ഈ ഒരു ഭാഗം, അതുപോലെ സാന്താൾ കലാപം ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ അവിടെ കേറ്റിയിട്ടത് കേട്ടോ. ഏതാണ്? നമുക്കറിയാം, അഖാമ ചെറിയാനാണ് അല്ലെ. ആരാണ്? ഇവരാണ്. ഈ അഖാമ ചെറിയാനാണ്. ക്ലിയർ ആണോ? പരസ്പര ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. പരസ്പരം ബന്ധമില്ലാത്തത് അങ്ങനെ തെരഞ്ഞെടുത്തേ മക്കള്. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലുമായി ബന്ധപ്പെട്ടത് പറയുന്നു. പിന്നെ സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. ക്ഷേത്ര പ്രവേശന വിളംബരം ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ C ആണ് വരിക എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് മക്കളെ ഓപ്ഷൻ C നിങ്ങൾ പറയുന്നു? വാഗൺ ട്രാജഡി മലബാർ കലാപം ക്ലിയർ ആണ് അല്ലെ. ദെൻ പുന്നപ്ര വയലാർ സമരം അറബിക്കടല് ക്ലിയർ ആണ്. സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹം അല്ല അല്ലെ. ഏതാണ്? വൈക്കമാണ് അല്ലെ. വൈക്കം മന്നത്ത് അല്ലെ. ഓക്കെ, ദെൻ ക്ഷേത്ര പ്രവേശന വിളംബരം ചിത്ര തിരുനാൾ അല്ലേ? ഓപ്ഷൻ C ആണ്. എന്താണ്? 4ാമത്തെ ചോദ്യം ശരിയാണല്ലോ. ക്ഷേത്ര പ്രവേശന വിളംബരം ചിത്ര തിരുനാളാണെന്ന് പറയുന്നല്ലോ. ക്ലിയർ അല്ലേ? ഇല്ലാന്നോ? എന്താണ്? അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? മണ്ടക്ക് ഞാൻ മേടും. നിങ്ങൾക്ക് പറയാൻ വേണ്ടി അവിടെ കൊച്ചി രാജാവെന്ന് ബ്രാക്കറ്റ് ഇട്ടതാണാ? അല്ല, തിരുവിതാംകൂർ രാജാവാണ്. ഇത് PSCയുടെ ചോദ്യം ഞാൻ അടിച്ചു മാറ്റിയതാണ് കേട്ടോ. ഇതേ സംഭവമായിരുന്നു. ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ ഈ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാത്ത അവസ്ഥയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയാണ് വരിക? ഏതൊക്കെയാണ് പരസ്പരം ബന്ധമില്ലാത്തത്? 3ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. ക്ലിയർ ആണോ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ വരിക? താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ് മക്കളെ? കമന്റ് ചെയ്തേ. ഓപ്ഷൻ കാണിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കാണിക്കാം. ഫസ്റ്റ് ഇത് ഉത്തരം ശരിയാക്കി നോക്ക്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണെന്ന് പറയുന്നു. ക്ലിയർ ആണ്. ദെൻ അടുത്ത് എന്താണ്? മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് K ശങ്കരമേനോനാണെന്ന് പറയുന്നു. അതും ക്ലിയർ ആണ്. ദെൻ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? 1891 ജനുവരി 1, 1028 എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് വെക്കുക. ദെൻ മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചയുടെ എണ്ണം എത്രയാണ്? ഇത് അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? തെറ്റാണ്. ഇത് ഈഴവയാണ്. ഏതാണ്? ഈഴവയാണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതാണ് തെറ്റ്? 1ഉം 2ഉം 3ഉം മാത്രം ശരി, 4 മാത്രം തെറ്റ്. ഇപ്പൊ ഞാൻ ഓപ്ഷൻ കാണിക്കാം. ഓപ്ഷൻ ഏതാണ്? 4 മാത്രം തെറ്റ്. ക്ലിയർ ആയോ?
മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമേത്? ഏതാണ് പത്രം? കമന്റ് ചെയ്തേ. ഏതാണ്? ഓപ്ഷൻ സി ആണോ, എ ആണോ, ബി ആണോ? അല്ല, ഏതാണ്? ഓപ്ഷൻ സി ആണ് മക്കളെ. മിതവാദിയല്ല, മിതഭാഷയാണ്. ക്ലിയർ ആയോ എന്റെ മക്കളെ? പരീക്ഷയ്ക്ക് PSC നമ്മൾ ട്രാപ്പിൽ പെടുത്തും, നമ്മൾ വീഴാൻ പാടില്ല കേട്ടോ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ് മക്കളെ? ആർക്കാണ്? 56 A കേഴ്സൺ പ്രഭു ആണെന്ന് പറയുന്നു അല്ലെ? അപ്പൊ വളരെ ശരിയാണ് അല്ലെ? ആണോ? ആരാണ് നേതൃത്വം നൽകിയത്? ഡോക്ടർ പൽപ്പുവാണ്. ഏത് വർഷമാണ്? 1896 സെപ്റ്റംബർ 23 അല്ലെ? സോറി, സെപ്റ്റംബർ 3 ആണ് അല്ലെ? സെപ്റ്റംബർ 3 ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച് എത്രയാണ്? 13,176. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ. ആരാണ്? ശങ്കര സുബ്ബയ്യ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകി നമുക്കറിയാം പൽപ്പുവാണ്. ക്ലിയർ ആണോ? അടുത്ത് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാണ്? ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഏതാണ്? 1896 സെപ്റ്റംബർ 3 ആണെന്ന് ഞാൻ വ്യക്തമായി മുമ്പ് പറഞ്ഞു തന്നു. നിങ്ങൾ അവിടെ അടിച്ചു ഒരു മാർക്ക്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ആണോ? അല്ലാന്നോ? ആണോ? കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണോ നിവർത്തന പ്രക്ഷോഭം? അല്ല മക്കളെ, തെറ്റിയില്ലേ. ഏതാണ്? വൈദ്യുത പ്രക്ഷോഭമാണ് അല്ലെ? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്നും അതും പറയുന്നു. അത് ശരിയാണോ? അത് ശരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൽ പ്രധാന നേതാവാണ് K കേളപ്പനാണ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അത് തെറ്റാണ് അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹനാണ് ഏത്? K കേളപ്പൻ. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിൽ ആരായിരുന്നു പ്രധാന നേതാക്കള്? ആരൊക്കെയായിരുന്നു മക്കളെ? NV ജോസഫ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. C കേശവൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. TM വർഗീസ് ഉണ്ട്, PK കുഞ്ഞുണ്ട്, CV കുഞ്ഞിരാമൻ ഉണ്ട്, അബ്ദുൾ റഹ്മാൻ സാഹിബ് ഉണ്ട്. ഇത്രയും പേരുണ്ട്. ആരൊക്കെയാണ്? C കേശവൻ ഉണ്ട്, TM വർഗീസ് ഉണ്ട്, PK കുഞ്ഞുണ്ട്, CV കുഞ്ഞിരാമൻ ഉണ്ട്, അബ്ദുൾ റഹ്മാൻ സാഹിബും ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഏതാണ് ആൻസർ വരിക? 2 മാത്രമാണ്. അല്ല, ഇത് തെറ്റല്ലേ? അപ്പൊ 2 മാത്രമാണ് ശരി. ക്ലിയർ ആണോ? എന്താണ് ഇതിൽ തെറ്റ്? ഒന്ന് ക്ലിയർ ആക്കൂ പറഞ്ഞു. ഇതിൽ എന്താ തെറ്റ് പറ്റിയത്? കൊച്ചിയിൽ ഉത്തരവാദം C കേശവൻ അല്ല, വൈദ്യുത സമരമാണ് 1936 തൃശ്ശൂരാണ്, നമുക്കറിയാം. അത് തെറ്റാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം, അതാണ് നിവർത്തന പ്രക്ഷോഭം. അത് ശരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന് പ്രധാന നേതാവ് കേളപ്പനാണോ? അല്ല, ഇത്രയും പേര് ഞാൻ പറഞ്ഞു തന്നു. എല്ലാം ശരിയാണെന്ന് പറയുന്നു. ഏതാണ്? 2 മാത്രമല്ലേ ശരി? ഓക്കെ. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം എപ്പോഴാ മക്കളെ? ഈ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുണ്ട് കേട്ടോ. അതാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചേർത്തിട്ടില്ല കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷമാണ് 1900 എപ്പോഴാണ്? 36 ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ 1956 എന്താണ്? ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയതാണ് എപ്പോ? 1956. നിവർത്തന പ്രക്ഷോഭത്തിന് ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? നിവർത്തന പ്രക്ഷോഭത്തിന് ജിഹ്വ എന്ന് പറയപ്പെടുന്ന പത്രം ഏതാണ്? അത് കേരള കേസരിയാണ്. ഏതാണ്? കേരള കേസരിയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കേരള കേസരി. തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് മക്കളെ? ഏതാണ് തുലാംബത്ത് സമരം? ഏതാണ്? ഇത് ഏതാണ്? ആൻസർ പറഞ്ഞേ.
ബി ആണ് പറയുന്നു, പുന്നപ്ര വയലാർ സമരമാണെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുന്നപ്ര വയലാർ സംഭവമായിട്ട് കുറച്ച് ഫാക്ട്സ് ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞ് നമ്മുടെ 61ാമത്തെ ചോദ്യം. ഓക്കെ ആണോ? പുന്നപ്ര വയലാർ സമരവുമായി നടന്നത് 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് എന്നാണ് പറയുന്നത്. അത് ക്ലിയർ ആണ്. CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരായി നടന്ന സമരമാണ് ഏത്? പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അത് വളരെ ക്ലിയർ ആണ് അല്ലെ. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കളർകോടാണ് എന്ന് പറയുന്നു. ക്ലിയർ ആണ്. കളർകോട് ആലപ്പുഴയാണ് ട്ടോ. അപ്പൊ ഏതാണ്? 1ഉം 2ഉം 3ഉമാണ് ശരി. ക്ലിയർ ആയോ? ഓപ്ഷൻ ഡി ആണ് ക്ലിയർ. ഓപ്ഷൻ ഡി ആണ് ക്ലിയർ. ഓക്കെ ആണോ? പുന്നപ്ര വയലാർ സമരം. ഓക്കെ, അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂർ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് വേണ്ടിയാണ് എന്ത്? CP രാമസ്വാമി അയ്യർ നടന്ന പ്രക്ഷോഭ സമരമാണ് ഏത്? പുന്നപ്ര. കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? തുലാമ്പത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ ആരാണ്? സാർ CP രാമസ്വാമി അയ്യർ ആണെന്നും കൂടി ക്ലിയർ ആയി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, വയലാർ സ്റ്റാർലിംഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? CK കുമാരപ്പണിക്കർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ 1000-ലധികം പേർ ഈ സമരവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതു ജില്ലയിലാണ് വയുധ പ്രക്ഷോഭം നടന്നത്? നമുക്കറിയാം, ഞാൻ അപ്പോഴേ വളരെ സ്വന്തമായി പറഞ്ഞു, തൃശ്ശൂരാണ് അല്ലെ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആര്? ആരായിരുന്നു? വേലുത്തമ്പി ദളവിയാണ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ. ചുവടെ തന്നിരിക്കുന്നവയിൽ വേലുത്തമ്പി ദളവിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? 1805 തിരുവിതാംകൂർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉടമ്പടി ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് പറയുന്നത്. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. അത് ശരിയാണ്. ഈ ഉടമ്പടി രൂപം കൊള്ളുന്നത് വരെ ഇംഗ്ലീഷ് കമ്പനിയുമായി തിരുവിതാംകൂറിൽ അവരുടെ റെസിഡൻസ് ആയിരുന്ന മെക്കോളയുമായി വേലുത്തമ്പി സൗഹൃദപൂർവമാണ് വർത്തിച്ചിരുന്നത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ വായിക്കേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊന്നും വേലുത്തമ്പി ദളവയെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ റാങ്ക് ഫയലിൽ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, ഞങ്ങളെ ടീച്ചേഴ്സ്മാരും ഇങ്ങനെയൊന്നും നമ്മൾ ഓഫ്ലൈനിൽ പോയി പഠിപ്പിച്ചിട്ടില്ല, ഇതെന്താണ് ഇവർ ഇങ്ങനെ ചോദ്യമായിട്ട് വന്ന് എന്ന് ചോദിക്കും. എനിക്കറിയാം, ഞാൻ എടുത്തത് ശ്രീധരമേനോന്റെ ബുക്ക് എന്നാണ്. ക്ലിയർ ആയോ? കാരണം നിങ്ങൾ എല്ലാ റാങ്ക് ഫയലും മരിച്ചു വെറുക്കിന്ന് എനിക്കറിയാം. ക്ലിയർ ആയോ? അതുപോലെ നിങ്ങൾ എല്ലാ SCRT മരിച്ചു വെറുക്കുന്ന എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്ത്? വിവരത്തോടു കൂടി കൈകാര്യം ചെയ്തു. അപ്പൊ എന്താണ് ആൻസർ? പറഞ്ഞു പോകാം. എന്താ മക്കളെ? ഓക്കെ, ഈ ഉടമ്പടി എന്താണ് ആൻസർ? അത് ശരിയാണോ? അതും ശരിയാണ്. പ്രസ്താവന. റെസിഡൻസ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടത് ദളവയെ ക്ഷോഭിതനാക്കി എന്ന് പറയുന്നു. അതും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എന്തുകൊണ്ട് എന്നറിയില്ല. പാലിയത്തച്ഛന് വേലുത്തമ്പിയുടെ 2 ഉദ്യോഗന്മാരും നയിച്ച 600 പടയാളികളുടെ സൈന്യം കൊച്ചി റെസിഡൻസിന്റെ വസതി ആക്രമിച്ചത് എന്നാണ്. പറഞ്ഞു, ആൻസർ പറ. പാലിയത്തച്ഛന് വേലുത്തമ്പിയുടെ 2 ഉദ്യോഗന്മാരും 600 പടയാളികളുടെ സൈന്യം കൊച്ചി റെസിഡൻസ് വസതിയിൽ ആക്രമിച്ചത് 1808 ഡിസംബർ 18. ഒന്ന് ആലോചിക്കണ്ട. ഇവിടെ ഒരു 18 ഉണ്ടാ? ഇതവിടെ ഒരു 18 ഉണ്ട്. അങ്ങനെ ഓർത്താ മതി കേട്ടോ. ഇവിടെ ഒരു 18 ഉണ്ടാ? അവിടെ ഒരു 18 ഉണ്ട് എന്നും കൂടി ഓർത്താ മതി. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാണ്? കേണൽ ലീഗറുടെ കീഴിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം അറുവാമൊഴി പാതയിലൂടെ തിരുവിതാംകൂറിൽ പ്രവേശിച്ചു. ക്ലിയർ ആണോ? 1809 ഫെബ്രുവരി 19-ാം തീയതി ഉദയഗിരി കോട്ടയും പത്മനാഭപുരം കോട്ടയുമായി ഇവരുടെ കൈവശമായി. അതും ക്ലിയർ ആണ്. 1809 ഫെബ്രുവരി 20-ാം തീയതി വേലുത്തമ്പി ദളവയുടെ ബ്രിട്ടീഷ് വിരുദ്ധ സഖ്യത്തിൽ നിന്നും വേർപെട്ടു. മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തു. ഇത് തെറ്റാണ് കേട്ടോ.
തെറ്റാണ്. എന്താണ്? 1809 ഫെബ്രുവരി 27 വേലുത്തമ്പി ദളവയുടെ ബ്രിട്ടീഷ് വിരുദ്ധ സംഘത്തിൽ നിന്നും വേർപെട്ടി. വേലുത്തമ്പി ദളവയല്ല, അവിടെ ആരായിരുന്നു? പാലിയത്തച്ഛനായിരുന്നു. ആരാണ്? പാലിയത്തച്ഛനായിരുന്നു. 1812 വയനാട്ടിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ച് ലഹളയുണ്ടാക്കിയത്? ആരൊക്കെയാണ്? പറഞ്ഞേ. കുറിച്യരുണ്ട്, കുറുമ്പരുണ്ട്, പണിയരുണ്ട്. ആരൊക്കെയാണ്? കുറിച്യരും കുറുമ്പരുമാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ സൂപ്പർ ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഓപ്ഷൻ 1ഉം 2ഉമാണ്. ദെൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ ഒടുവിലെത്തിയത് ഏതാണ്? ഏതാണ് വരിക? ആൻസർ ഏതാണ്? കുറിച്യർ കലാപം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറിച്യർ കലാപമാണ്.